സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ് ആ സ്ട്രെച്ചർ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ചാനലിലുള്ള അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സ്ട്രെച്ചറോ ഗൈസ് ഭയങ്കര ഒരു ഇതുപോലെ ഒരു സ്പോണായിട്ടുള്ളത് ഗൈസ്. നമുക്ക് എന്തായാലും ഒരു വിട്ട് പിടിച്ചിട്ട് നേരെ നമ്മൾ പരിപാടിയിലേക്ക് തുടങ്ങാം. പൈസ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അതിന് നമുക്ക് ബ്ലാങ്ക് ആക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ സ്റ്റിക്ക് നമുക്കിന്ന് വുഡൻ പിക്കാച്ച് സെറ്റ് ചെയ്യാം. ഒരു വുഡൻ പിക്കാച്ച് സെറ്റ് ഇനി നമുക്ക് നേരെ സ്റ്റോൺ മൈനിങ്ങിലിടാം. അപ്പോൾ ഞാൻ എന്താ സ്റ്റോൺ മൈനിങ് തുടങ്ങട്ടെ. പൈസ നമ്മുടെ സ്റ്റോൺ മൈനിങ് ഒക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു സ്റ്റോൺ ഒരു സ്റ്റിക്ക് സെറ്റ് ചെയ്ത് ഓക്കെ സ്റ്റോൺ ആക്ഷൻ സ്റ്റോൺ പിക്കാസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ പരിപാടിയിലേക്ക് കിടക്കാം. തീർത്തുകൊണ്ട് നമുക്ക് ഫുഡ് സെറ്റ് ചെയ്യണം. അതേപോലെ ഷീപ്പിനെ പിടിക്കാൻ വേണം. ഇനി നേരെ ഷീപ്പിനെ പിടിക്കാൻ തുടങ്ങാം. ഷീപ്പ് വെച്ച് ഹോള് സെറ്റ് ചെയ്യണം. നമുക്ക് ഇന്ന് നൈറ്റ് സ്കിപ്പ് ചെയ്യണം. പൈസ കൂടെ ഒരു കേവ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ കേവിൽ കയറിയിട്ട് കോളായിരുന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാം. പൈസ നല്ല ഇരുത്തുണ്ട്. വീഡിയോ കണ്ടോ, അല്ല കുറച്ച് ഇരുത്തൊക്കെ ഉണ്ട്. നമുക്കൊരു കോളുണ്ട്, അപ്പോൾ അത് മൈൻ ചെയ്യാം. ഓക്കെ മൈൻ ചെയ്തിട്ട് സോംബി എല്ലോടിച്ച് വോയിസ് വേഗം കൂടാം. ബ്ലോക്കൊക്കെ ബ്ലോക്ക് പറ്റിനി അങ്ങനെ നമ്മൾ തെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളിയിൽ ഫസ്റ്റ് ഇട്ടിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചിവിടെ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ലൂട്ടൊക്കെ സെറ്റ് ചെയ്യാം. ലൂട്ടൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഇവിടെ അധികം നിൽക്കണ്ട. നമ്മൾ നേരത്തെ സോംബി ഇനിയുണ്ടെങ്കിൽ വഴിട്ടോ നമുക്ക് മേലെ കയറാം. ഇവിടെ കുറച്ച് കോളുണ്ട്. ആ കോള് മഞ്ഞ് ഓക്കെ മേലൊരു കോളുണ്ട്. പിക്കാസ് ആദ്യം എടുക്കട്ടെ. ഓക്കെ നമ്മൾ സ്റ്റോൺ പിക്കാസ് അവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അന്നേരം ഇതുകൂടെ ഒരു മൈൻ ചെയ്താക്കാം. ഓക്കെ അപ്പോൾ അതുകൂടി നമ്മൾ മൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമുക്ക് 2 ഉൾക്കൂടാണ്. അപ്പോൾ അത് ഒരു ഷിപ്പ് നമുക്ക് അതിന് എടുത്ത് സ്പൈ പോലെ കളിക്കാൻ പറ്റില്ല. കുഴിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ഒരു കുഴിത്തൊരു കേവ തോന്നുന്നു. നമുക്ക് ഇതിലെന്തായാലും എക്സ്പ്ലോർ ചെയ്യാം. ഒരു കേവത്തെ ക്ഷീണം ഇപ്പോൾ മാറിയിട്ടല്ലോ. ഓക്കെ ഇതിനും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത മീൻ കിട്ടി, അതിനും കൂടെ നമുക്ക് തട്ടിയേക്കാം. ലാഗ് അടിച്ച് കേസ് ഒന്നാമത്. ഈ സ്ഥലം അത്യാവശ്യം കൊള്ളല്ലേ. നമുക്ക് നേരെ ഇവിടെ നിന്ന് വന്ന് ചെറു പ്രോസസ്സിന് ഒരു സാപ്ലിങ് ആയിട്ട് എടുക്കാൻ തോന്നുന്നു. നമുക്ക് ഊളി 2 എങ്ങനെയെങ്കിലും ഒരു ബെഡ് ചെയ്യണം. ഇപ്പോൾ എന്തായാലും ഫുഡൊന്ന് സെറ്റ് ചെയ്യാം. ഒരു ഫർണസ് ഉണ്ടാക്കട്ടെ.
നമുക്ക് ഫർണസ് സെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഉള്ള കോളും പിന്നെ കുറച്ച് ബോർഡ് സ്മെൽറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇവിടെ എന്തെങ്കിലും ചീപ്പ് എന്തെങ്കിലും നോക്കത്താ, ചീപ്പ് ചെയ്ത കാര്യം നടക്കില്ല. അല്ലെങ്കിൽ നമ്മൾ കുയിലേച്ച് കുഴിച്ച് മൂടേണ്ടി വരും, അല്ലെങ്കിൽ ഷെൽട്ടർ ഉണ്ടാക്കണം. രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അവിടെ ഒരു ചീപ്പ്. ഇന്നത്തെ കാര്യം നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റും, നല്ല കാര്യം. പിന്നെ ഞാൻ കുറേ കാര്യമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അവിടെ തന്നെ കൺട്രോളൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പം സ്മെൽറ്റായി കുറച്ചൊക്കെ എടുത്തേക്കാം. ഫുഡ് സെറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ബെഡ് ഉണ്ടാക്കുക. ഓക്കെ, ബെഡ് റെഡി, നമുക്ക് എടുത്തേക്കാം. സ്മെൽറ്റായില്ലേ? ഓക്കെ, അത് സ്മെൽറ്റ് ആയിട്ടുണ്ട്, ബാക്കിയിൽ സ്മെൽറ്റ് ആയിക്കോട്ടെ. വലിയ ചെറിയ മോശത്തിന് ഇതെടുത്തേക്കാം. അതും നമുക്ക് സാപ്ലിങ് കിട്ടിയിട്ടുണ്ടാൽ മതി. നമുക്ക് നടമ്പോൾ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് മാറാൻ നല്ലൊരു പൈസ നൈറ്റ് ആവാനായിട്ടുണ്ടാകുക. അപ്പോൾ നമുക്കിപ്പോൾ ബെഡ് ഉണ്ടാകുന്നത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അധികം വേഗം തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് മാറാം. നമ്മളെ ബേസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് മാറാം. ബേസ് ഇവിടെ ഉണ്ടാക്കാൻ ആലോചിക്കണം, ഒരു സ്ഥലം കിട്ടാൻ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നൈറ്റ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അതിന് ശേഷം നമുക്ക് ഈ മല ഒന്ന് കയറേണ്ടി വരും. കാരണം നമുക്ക് ഈ മലയുടെ അപ്പുറം പോയാൽ അവിടെ നല്ല ബേസിക് സ്ഥലമാണെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാം വിചാരിക്കുന്നത്. നോക്കാം. ഓക്കെ, അപ്പോൾ നൈറ്റ് സ്കിപ്പ് ചെയ്തു. നമുക്ക് ഇനി ബെഡ് ഒട്ടിക്കാം. നമുക്ക് ഈ മല ഒന്ന് കയറണം. ഞാൻ ഒന്ന് മല കയറിയ ശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ മല ഒക്കെ കയറി കഴിഞ്ഞ് ഇപ്പോൾ ഇതൊരു വലിയൊരു കേവ് ഉണ്ട്. റിവ്യൂവിനല്ല തോന്നുന്നു. എന്താ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. 2000 years later. നമ്മളാണെങ്കിൽ ഒരു ഇതിൻ്റെ ഡാർക്ക് ഫോറസ്റ്റ് ഇവിടെ ഫുള്ളും പിന്നെ ബ്രിഡ്ജും ഡാർക്ക് ഫോറസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ബോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാം. നമ്മളൊക്കെ പ്ലാങ്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയ പ്ലാങ്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബോട്ട് ചെയ്യാം. ബോട്ട് എത്തിയാണ് ബോട്ട് ക്ലച്ച് ചെയ്യാൻ വെച്ച് നോക്കിയാലോ, ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ക്രാഫ്റ്റ് ചെയ്യാൻ എടുത്ത് ബോട്ടോടെ. ഓക്കെ, ബോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ നേരെ ഇവിടുന്ന് വേണ്ട ഇവിടുന്ന് മുമ്പ് പോകാതെ തിരിച്ച് പോകാൻ വയ്യ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ക്ലച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, മൈ ഗോഡ്, ക്ലച്ച് വർക്കായി. പൈസ നമുക്ക് എന്തായാലും നീന്തി നോക്കാം. ഏത് സ്ഥലം കിട്ടാൻ നല്ലൊരു സ്പേസ് കിട്ടും. ഇവിടെ ഫുള്ള് ഡാർക്ക് ഫോറസ്റ്റ് സ്ഥലമല്ലോ സ്പേസ്. നല്ല സ്ഥലം കിട്ടണം നല്ലതായിരുന്നു. അവിടെ ഒരു ലഷ്കേവറ്റ് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ആണ്ടൊന്ന് പോയേക്കാം. ലഷ്കേവാണെന്ന് തോന്നുന്നു. ലഷ്കേവ് നൈസ്. ഇത് അത്ര വലിയ ലഷ്കേവാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഉള്ളിൽ പോകണ്ട. വെറുതെ ചത്ത് തിരിച്ചു വരാൻ വയ്യ. അത് ഒന്നിനും തുടങ്ങണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മോസ് ബ്ലോക്ക് അങ്ങനത്തെ ഇതിന് പേര് അതെടുത്ത കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചത് നമുക്ക് വേഗം ഓർത്തെടുത്താണ് ഇവിടെ നിന്ന് നമുക്ക് തീർച്ചാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ എന്തെങ്കിലും എത്തിയെന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു കര കണ്ടു. വേഗം നമ്മളെന്ത് ചെയ്തു, ബോട്ടൊക്കെ പൊട്ടിച്ച് നമ്മൾ പോവാണ്. നല്ല വീടിനൊക്കെ പറ്റിയ സ്ഥലമാണെന്ന് അറിയില്ല. ഓക്കെ, ഇതൊരു ഐലൻഡാണല്ലോ. അപ്പോൾ എന്തായാലും പണിയായി. അപ്പുറത്തൊരു ലാൻഡ് ഉണ്ട്. നമുക്ക് എന്തായാലും ആണ്ട് പോയേക്കാം.
ഈ അതിലേക്ക് നമുക്ക് ആണ്ട് നീന്തി പോകാതെ നല്ലത് പോത്ത് വെറുതെ എടുക്കണ്ട വെയ്യ. മറ്റേ ഡ്രോണെടുത്ത് ഒറ്റടി JCB വേഗം പോവാ. ഡ്രോൺ എടുക്കാതിരുന്നാൽ മതിയെന്ന്. ഫുൾ ഡാമല്ല ഒറ്റ JCB ഇപ്പം ചാവും. തിരിച്ചു പോകാൻ വയ്യ. ഒന്നാമത് റീസ്പോണിന് എന്തായാലും ഫുഡ് കഴിച്ചേക്കാം. നമുക്ക് ഇവിടുന്ന് എന്തായാലും വേഗം പോയേക്കാം. അതാണ് ഇപ്പോൾ സേഫ്. അപ്പോൾ ഞാൻ മേലൊക്കെ ഒന്ന് കയറിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഒന്ന് കയറി കണ്ടേസ് ഇതിപ്പോൾ വില്ലേജർ ഔട്ട് പോസ്റ്റാണ്. നമുക്ക് എന്തായാലും ഇവിടെ നേരെ ഓടിയ കാലം പോലും നമ്മളടിച്ചു. നമ്മളെ കളി തീരെ കുറിച്ച് ആർമറൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നേരെ ഇവിടെ നിന്ന് ഓടാൻ ഇതാണെന്തോ വള്ളമാണ്. അപ്പോൾ ചാടി നല്ല ചാവലൊക്കെ എന്തോ വില്ലേജർ അത് വരുന്നത് ഓടി ഗൈസ്. ലെറ്റ്സ്. അപ്പോൾ ഇനി പാടെന്ന് വെച്ചാൽ അപ്പുറത്ത് കിടക്കേണ്ടി വരും മിക്കവാറും. അതോ അതേ വരുന്ന വില്ലേജർ വണ്ടിക്കോ ചാവട്ടെ എന്ന് വിചാരിക്കുന്നു. ചത്തജാപ്പ നമുക്ക് ഇനി മല കയറേണ്ടി വരും. ഈ മല കയറുമ്പോൾ വെച്ചാൽ വലിയ പാടാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് മല കയറി അപ്ഡേറ്റ് ചെയ്യാം. അതാണ് ഇപ്പം നല്ലത്. അങ്ങനെ ഈ മല കയറി നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ മല വെച്ചാണ് ഇപ്പോൾ കയറുന്നത്. ഇവിടെ ഇങ്ങനെ നല്ല ബേസ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടാണ്. നമ്മളിതിപ്പോൾ വന്ന സ്ഥലമാണെന്ന് ആദ്യമൊക്കെ തോറ്റാക്കി. പിന്നെ ആ വില്ലേജ് ഔട്ട് പോസ്റ്റ് കാണുമ്പോഴാണ് അന്നേരമെല്ലാം മനസ്സിലായത്. അപ്പോൾ നമുക്ക് റെയ്ഡ് വെച്ച് തുടങ്ങണമെങ്കിൽ അവിടെ പോയാൽ മതി. അപ്പോൾ റെയ്ഡ് ഫാം വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ പക്ഷെ അവിടെ ഒരു ലാൻഡ് ഉണ്ട്. നമുക്ക് അവിടെ ആ മലൻ്റെ മുകളിൽ പേരുണ്ടാക്കുക. ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം കാരണം ഇപ്പം തന്നെ കുറേ നേരം എടുത്തുകൊണ്ട് നമ്മളൊരു ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ നൈറ്റ് സ്കിപ്പ് ചെയ്യാം. അപ്പം നമ്മൾ നൈറ്റ് സ്കിപ്പ് ആയി പെട്ടുപിടിക്കാം. നമുക്ക് നേരെ മല കയറാം. ഈ മല അത്ര വലിയ മല ഒന്നല്ല, ഒരു നല്ല ഷേപ്പ് മലയൊക്കെ. അപ്പോൾ ഇതിന് മേലെ ചെറിയ ബ്ലോസം കണ്ട പോലെ ആണ് ചെറിയ ബ്ലോസിൻ്റെ ആണ്. അപ്പോൾ ഇതൊരു ചെറിയ ബ്ലോസിൻ്റെ ആക്കറ. അപ്പം നമ്മുടെ വീട് ഒരു ചെറിയ ബ്ലോസം തീമിൽ ചെയ്താലോ എന്നൊരു ആലോചന ഇപ്പോൾ വന്നിട്ടുണ്ട് മൈൻഡിൽ. അപ്പോൾ ഞാനങ്ങനെ ചെറിയ ബ്ലോസ് വെച്ച് വീടൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ അവിടെ അയച്ചൊരു സ്റ്റോ ഐലൻഡ് ഉണ്ട്. സ്റ്റോൺ മല മൗണ്ടൻ എന്ന് പറയാം. എന്തായാലും സെയിം പ്ലേസ്. നമുക്ക് എന്താ നമ്മൾ പ്ലേസ് ഇപ്പോൾ അവിടെ ഉണ്ടാക്കാം. ആ സ്ഥലം നല്ലതാണെന്ന് തോന്നുന്നു. ഇവിടെ ഒന്ന് നിരപ്പാക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ നമുക്കൊന്ന് ബെഡ് ഇവിടെ എവിടെയെങ്കിലും വെക്കാം. ബെഡും നമ്മളെ ക്രാഫ്റ്റ് ടേബിളൊക്കെ. അപ്പോൾ ബെഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ട് പോലത്തെ പിന്നെ ഫർണസും ഓക്കെ രണ്ടും സെറ്റ്. ഇനി രണ്ടും ഇവിടെ വെച്ചേക്കാം. നമ്മൾ ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ കയറിയിട്ട് ഓക്കെ നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. ഒരു ചെസ്റ്റ് റെഡി. അപ്പം ഇനി നമുക്ക് ആവശ്യമാത്ത സാധനത്തിൻ്റെ ഉള്ളിൽ കണ്ട് വെച്ചേക്കാം. ഒരു 4 കോപ്പുണ്ട് പോട്ടും ഒക്കെ സെറ്റ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ റോ ബീഫ് നമ്മൾ സ്മെൽറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തരില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ, സീ യു ലേറ്റർ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും ബൈ.